ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ PSC ബുള്ളറ്റിൻ 2025 ജാനുവരി എഡിഷനിലെ ഇന്ത്യ 2024 എന്നുള്ള കറണ്ട് അഫയേഴ്സ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയിരുന്നു. അത് പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള 2024 എന്നുള്ള കേരളത്തിൽ നടന്ന ആനുകാലിക സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാസയുടെ ചന്ദ്രദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ചന്ദ്രദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? രാജാ രവിവർമ്മ. അപ്പോൾ രാജാ രവിവർമ്മയാണ് ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിൻറ്റിങ് മോഹിനി. അപ്പോൾ മോഹിനി എന്ന് പറഞ്ഞാൽ ഓയിൽ പെയിൻറ്റിംഗ് ആണ്. രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിൻറ്റിംഗ് ആണ് 2024 ഏപ്രിൽ 17-ന് ഏപ്രിലിലെ 17 കോടി രൂപയ്ക്കാണ് ലേലം ചെയ്യപ്പെട്ടത്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. അപ്പോൾ എന്താണ്? ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണ്ണിക്ക. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിറ്റ്സിയ വാഗമണ്ണിക്ക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ KB പ്രൈം. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത് എത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ട് ചാണ്ടീസ് വിൻഡി വുഡ്സ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത് എത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ടാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024ൻ്റെ വേദി പീലിക്കോട് കാസർഗോഡാണ്. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024ൻ്റെ വേദി പീലിക്കോട് കാസർഗോഡാണ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കർ. അപ്പോൾ 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആരാണ്? BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. അപ്പോൾ റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ധാർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്ക് എല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ്. അപ്പോൾ ഓപ്പറേഷൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്ക് എല്ലാം കൂടി പൊതുവായിട്ട് നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ നോക്കാം. ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡേ. ഇതെല്ലാം കൂടി പൊതുവായിട്ട് അറിയപ്പെടുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ ലൈഫ് എന്നാണ്. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. അപ്പോൾ 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ.
SCERTയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ച പോർട്ടലാണ് സമഗ്ര പ്ലസ് പോർട്ടൽ. SCERTയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ച പോർട്ടലാണ് സമഗ്ര പ്ലസ് പോർട്ടൽ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷാണ്. മാവേലിക്കരയിൽ നിന്നാണ് 8 തവണ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കര 8 തവണയാണ് MP ആയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ് കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാടാണ്. അപ്പോൾ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാട്. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി E.T. മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി E.T. മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ. കൂടിയ വ്യക്തി E.T. മുഹമ്മദ് ബഷീർ. കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ. തിരുവനന്തപുരത്താണ് മുട്ടത്തറ. എന്താണ് പ്രത്യേകത? പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹനാണ്. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരിവിരുദ്ധ പദ്ധതി പോഡ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരിവിരുദ്ധ പദ്ധതി പോഡ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P. തങ്കപ്പൻ നായർ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P. തങ്കപ്പൻ നായർ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. അപ്പോൾ കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീയുടെ വിവരാവകാശ നിയമത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് 2024 ജൂൺ 23. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് 2024 ജൂൺ 23. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ കോഴിക്കോട്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതി പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതി പുസ്തകത്തോണി. SSLC+2 പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. അപ്പോൾ SSLC+2 പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്.
2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. അപ്പോൾ 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്കാണ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്ന വാക്കാണ് ശപഥം. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്ന വാക്ക് ശപഥം. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ്. അപ്പോൾ എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ് ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള. അപ്പോൾ ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്കോൾ കേരള. കേരളത്തിലെ ആദ്യ മിൽമ മിലിമാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മിൽമ മിലിമാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂഫീൽഡ്. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പുരപ്പുറ സൗരവൈദ്യുത പദ്ധതി. അപ്പോൾ വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുരപ്പുറ സൗരവൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജ്ലി യോജന. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജ്ലി യോജന. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. അപ്പോൾ കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. അപ്പോൾ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ. ആത്മകഥ മയൂരശിഖ ജീവിതം അനുഭവം അറിവ്. അപ്പോൾ 2024 അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ MS വല്യത്താൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മയൂരശിഖ ജീവിതം അനുഭവം അറിവ്. അടുത്തത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏതു ജീവിവർഗത്തിൽ പെടുന്നു? പാമ്പ്. ശാസ്ത്രീയ നാമം യൂറോപെൽറ്റിസ് കോഡോമാക്കുലേച്ച. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏതു ജീവിവർഗത്തിൽ പെടുന്നു? പാമ്പ്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് യൂറോപെൽറ്റിസ് കോഡോമാക്കുലേറ്റ. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. അപ്പോൾ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ.
അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോടാണ്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. രണ്ടാമത് കരമനയാറാണ്, തിരുവനന്തപുരം. അപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ്, കോഴിക്കോട്. രണ്ടാമത് കരമനയാറാണ്, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ശ്രീശക്തി. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ഏതാണ്? ശ്രീശക്തി. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. അപ്പോൾ കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി ഏതാ? എയർ കേരള. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിനാണ് 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബകേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബകേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ PSC ബുള്ളറ്റിൻ കേരള 2024 ആനുകാലിക സംഭവങ്ങളിൽ ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിക്കുക. ഓക്കെ, താങ്ക് യു.